ഹായ്, ഇന്നൊരു ചെറിയ ഉത്സവം കാണാനായിട്ട് പുട്ടി മാറ്റി തേച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. മേക്കപ്പ് കൂടി പോയ ചേട്ടാന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലാക്കിയത്. ബാക്കി ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോൾ അതിൽ പിടിച്ച് സെറ്റ് ആയിക്കോളും. ഗൗരിച്ചുട്ടിയുടെ ഹെയർ കട്ടായിരുന്നു അടുത്ത ടാസ്ക്. പണ്ടൊക്കെ പാട്ട് വെച്ചു കൊടുത്താൽ അവിടെ ഇരുന്നോളും വെട്ടി തീരുന്നിടം വരെ. ഇപ്പൊ പാട്ട് വേണ്ട, പനിയോ ജലദോഷമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കൂളായിട്ടങ്ങ് ഇരുന്നോളും. ഇല്ലെങ്കിൽ വെട്ടുന്നവനും ചുറ്റിനും നിൽക്കുന്നവർക്ക് ഒരു 5-6 ഇടി ഉറപ്പായിട്ടും കിട്ടാറുണ്ട്. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഗൗരിച്ചുട്ടിയെ കുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വയലിലോട്ട് ഉത്സവം കാണാൻ പോകുന്നത്. പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ ഉത്സവം കാണാനാണ് പോകുന്നത്. കൊല്ലംകാർക്കും കൊല്ലത്തിനടുത്തുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ചില ആൾക്കാർക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ്. അപ്പം പോയിട്ട് വരാം. മുടി വെട്ടി കഴിഞ്ഞുള്ള ലുക്കാണിത്. ഈ ലുക്ക് അങ്ങോട്ട് കാണിക്കാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ചെരുപ്പ് എവിടെയോ വഴിയിൽ ഊരി കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആക്സസ് പുട്ടി ഹെൽമെറ്റിൽ പിടിച്ച് സെറ്റ് ആയിക്കോളൂ എന്ന്. കണ്ട, ഇപ്പോഴാണ് മുടുക്കിയായത്. ഞാൻ എന്തോ ഈ വായി നോക്കുന്നതെന്നറിയാവോ? ഞാൻ സത്യത്തിൽ ഉത്സവം കാണുന്നതൊന്നും, ഞാൻ അമ്പലത്തിൽ ഇഷ്ടം പോലെ തൊഴാൻ വന്നിട്ടുണ്ട്, പക്ഷെ ഉത്സവം കാണാനൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എന്തോ ഇതിനായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഞാൻ ചിന്നൂസ് വേൾഡിലെ ചിന്നൂനെയും ഫാമിലിയും കാണാൻ പോയതാണ്. അപ്പം അവർ വയലിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത്. അതിന് ഞാൻ ദൂരോട്ട് നോക്കുമ്പോൾ അവരെയൊന്നും കാണുന്നില്ല, പക്ഷെ എടുപ്പ് കുതിര കാണാനുണ്ട്. അങ്ങനെ ഇതുണ്ട് കണ്ടോ, നാണമില്ലാത്തുള്ള ചെരുപ്പ് ഊരി കളഞ്ഞിച്ച് നടക്കുക. ഈ കണ്ടത്തിൽ കൂടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഫ്രണ്ട് ബലൂൺ ഓടുന്നതുകൊണ്ട് അതിൽ പിടിക്കാൻ അവൾ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പതുക്കെ തോളിലേറ്റി ഓഹോയ് 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 എന്ന് പറഞ്ഞ് പോവുക. ഞാൻ അവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് മേപ്പോട്ട് നോക്കിയപ്പോൾ ഇവരെ രണ്ടുപേരും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ എന്താ ആൾ കൂടിയിരിക്കുന്നിടത്ത് നിൽക്കുന്നു. എന്തുവാന്ന് ചേട്ടൻ നോക്കിയപ്പോഴാണ് വേണ്ടേ നമ്മുടെ ഗാംബ്ലിംഗ് പോലെ എന്തോ സംഭവമാണ്. 50 കൊടുത്താൽ 100 കിട്ടും. അപ്പം ബാ സാറേ വന്ന് ട്രൈ പണ്ണെന്നൊക്കെ ആ ചേട്ടൻ വിളിച്ചപ്പം ചേട്ടൻ വാ അങ്ങോട്ട് തിരിയെന്ന് പറഞ്ഞ് നമുക്ക് ഇന്ത കളിയെ പോകാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചതേ ഈ തോട്ടിനകത്ത് കൊണ്ടിറക്കി ഈ മനുഷ്യൻ. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് അതുകൊണ്ട് അവിടെ പാലം എന്നെ എന്താ പാലത്തിൽ കയറ്റാൻ ഞാൻ വെള്ളത്തിലിറക്കിയെന്ന് ചോദിച്ചപ്പോൾ നീ ആ പാലത്തിൽ കയറാനുള്ള ആൾക്കാരുടെ എണ്ണവും കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. ഒരു കണക്കിന് ശരിയാണ്. അവിടെ ക്യൂ നിൽക്കുന്നതിലും നല്ല കിട്ടിയ വഴി കൂടെ പോയാൽ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. 2023 ഇതുപോലൊരു എടുപ്പ് കുതിര ആ ചള്ളക്കകത്ത് തോട്ടിൽ മറിഞ്ഞു പോയതാണ് കേട്ടോ. ആർക്കും പരിക്കൊന്നുമില്ല. അന്ന് ചേട്ടനും ഒരു ഫ്രണ്ടും കൂടെ ആയിരുന്നു വന്നത്. എനിക്ക് ചിന്നൂനെയും കാണാൻ പറ്റിയില്ല. ഇതുപോലെ ഗോപുരത്തിന്റെ അവിടെ നിൽപ്പുണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവിടെ രണ്ട് ഗോപുരം ഏതാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ മനുഷ്യൻ എന്നെ ഗോപുരം മേളിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ട് പോയേ. അല്ല, മേളിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ പറഞ്ഞു താഴെ ആ ഗോപുരം, ഇനി നമുക്ക് താഴോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന്. ഇനി ഞാൻ എങ്ങനെ താഴെ പോകുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തു. ഞാൻ സ്റ്റേജിന്റെ അവിടെ നിൽപ്പുണ്ടെന്നേ. പക്ഷെ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അങ്ങനെ അമ്മാതിരി തിരക്കാണ്. എന്തുവാടെ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാനാന്ന് പറയാൻ. പിന്നെ അവിടെ കുറച്ചിടെ വെള്ളവും ചള്ളയൊക്കെ ആണെങ്കിലും കുറേ ഇടെ അങ്ങ് ഭയങ്കര പൊടിയും മണ്ണും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങ് തുമ്മാനും തുടങ്ങി, അലർജിയായി. എൻ്റെ കാലിനും ചെറിയൊരു പരിക്കുണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ ഒന്ന് ഇരിക്കണമെന്നും ഉണ്ടായിരുന്നു. ഒരു മാസ്ക് കൂടെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. ഇതിപ്പം 5x സ്പീഡിലായോണ്ടാണ് കേട്ടോ ഇത്രയും സ്പീഡ് തോന്നുന്നത്. ഉരുട്ടിക്കൊണ്ട് പോകുന്ന പോലെ തോന്നിയല്ല. ഒരു 10-30 പേരുടെ തോളിലിരിക്കുവാണത്. പിന്നെ സ്വന്തം എനിക്ക് ഇതിന്റെ ഓരോരോ നേർച്ചയും ഭഗവാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാ, ഐതിഹ്യങ്ങളാ, പിന്നെ ഓരോ കരയുടെ നേർച്ചയും കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. കുറേയൊക്കെ എനിക്ക് മനസ്സിലായി. ബാക്കി എന്റെ തലയുടെ മേലിൽ കൂടെ പോയി. ഓരോ വീട്ടിലെയും ഓരോ ക്ലബ്ബുകാരുടെയും നേർച്ചയാണ്. 10-20 പേര് 25 പേര് തോള ചുമന്നുകൊണ്ടുവന്ന സാധനം ആ മേളിൽ ഇരിക്കാൻ അങ്ങോട്ട് ആ കൊണ്ടുവന്നോ. എന്തോ കേട്ടോ, നീ ഇപ്പൊ അങ്ങോട്ട് നടന്നു കയറുമ്പോ നിനക്ക് അറിയാന്നേരം അത് പോകണമെങ്കിൽ ഇത്രയില്ല. ഇതെല്ലാം കേറി കഴിഞ്ഞാൽ ഇതെല്ലാം പോയി കഴിയുമ്പോഴേ പോകാൻ പറ്റത്തുള്ളൂ. പോവാങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി ഒന്നും പോകാൻ പറ്റത്തില്ല. ഇതെല്ലാം കേറി ഇപ്പം കേറാനെങ്കിൽ കേറാം. അതിന്റെ കൂടെ വെള്ളം ഒഴിക്കേണ്ടത്. ഇത് കണ്ടോ പൊടി പറയുന്നത്, ഇവിടൊക്കെയായിരുന്നു വെള്ളം. അങ്ങനൊന്നും വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ലടാ. അതിന് ഓരോ കരയുടേതായിട്ടുള്ള രീതിയിലുള്ളൂ. എന്നെ കൊണ്ട് വരണ്ടായിരുന്നു അല്ലെ? കമ്പലടി കരയണ്ട, എന്റെ കരയത്. അങ്ങോട്ട് പെട്ടെന്ന് പോട്ടെ. മേലിൽ കയറാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ സൈഡ് വാളും ഒക്കെ മറിഞ്ഞു വീണാലും ശരി, നീ എന്നെ കാലത്ത് കിട്ടും. സ്വന്തമായിട്ട് തോളത്ത് ചുമ്മിക്കൊണ്ട് നടക്കുന്ന ഈ സാധനത്തിനെ എങ്ങനെ ഒന്ന് ഇറക്കണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ചേട്ടൻ എന്റെ പേടിയൊക്കെ ഒന്ന് മാറ്റാനെ കൊണ്ട് അതിന്റെ കുറച്ചുകൂടെ അടുത്തോട്ടും ഉണ്ട്, ആ എടുപ്പൂതിരയുടെ അടുത്തോട്ടും കൊണ്ട് നിർത്തി. ഇപ്പൊ അവര് എടുക്കുന്ന ആ ഒരു 2 വിസിൽ 3 വിസിൽ എന്തോ ഉണ്ട്, അത് അടിക്കുമ്പോൾ ഒന്നിച്ചെടുക്കണം എന്നൊക്കെ ഓരോ കാര്യങ്ങൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുവായിരുന്നു.
മേഡത്തിനെ തോളിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ കരയുന്നത്. ആളൊന്ന് പെടുക്കാൻ പോയതാണ്. അവൻ പറയുക, എന്തിനാ എന്നെ ഇറക്കിയത്, എന്നെ വെച്ചുകൊണ്ട് പെടുക്കാൻ പോകൂടായിരുന്നു, എന്തിനാ എന്നെ ഇറക്കാൻ പോയത് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് കരയുക. ചെരുപ്പ് കളഞ്ഞ ഞാൻ ഒരു മറുപടി അവൾ ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ കുഞ്ഞ് കൂടെ താഴോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ചെരുപ്പ് പോയി എന്ന് മാത്രം അവൾ പറഞ്ഞില്ല. പിന്നെ താഴത്തെ ആ തിരക്കിന്റെ ഇടയ്ക്ക് നിന്ന് എങ്ങനെയൊക്കെയോ മേളിൽ കയറിയിട്ട് 2 ജോഡി ചെരുപ്പ് വാങ്ങി. ചെരുപ്പ് വാങ്ങിക്കാൻ പോലും അവള് താഴെ ഇറങ്ങുന്നില്ല. പിന്നെ എന്നെ പിടിച്ചിറക്കിയാ ഇനി രണ്ടാമത് തോളത്ത് കയറ്റും എന്നുള്ള ആളിന് സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടനും ഇനിയും കരയിക്കണ്ടെന്നും പറഞ്ഞിട്ട് താഴെ ഇറക്കാതെ തോളിൽ തന്നെ വെച്ചിട്ട് 2 ജോഡി ചെരുപ്പ് വാങ്ങി. പിന്നെ എനിക്ക് ഇച്ചിരി സിന്ദൂരം വേണമായിരുന്നു, സിന്ദൂരത്തിന്റെ കുറവുണ്ടായിരുന്നു. സിന്ദൂരം വാങ്ങി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് പാക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചു. അല്ല എന്റെ ബാഗിലിരുന്ന് അത് മൊത്തം കുളമാകും. കാരണം കുഞ്ഞിന്റെ വെള്ളമൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ഈ പയ്യൻ കാൺപൂരിലുള്ളതാണ് കേട്ടോ, UP കാൺപൂരിലുള്ളതാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. ചേട്ടൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നിനക്ക് എത്ര ഗേൾഫ്രണ്ട് ഉണ്ട് നാട്ടില്, അവിടെ എത്ര പെണ്ണമ്പിള്ള ഉണ്ട് എന്നൊക്കെ ഓരോന്ന് പറഞ്ഞു വെച്ചാൽ അങ്ങനെ കളിയാക്കുമായിരുന്നു. പിന്നെ ഭഗവാന്റെ അമ്പലമാണ് ഇനിയും കാണാൻ പോകുന്നത്. ഭഗവാന്റെ ഇതാണ് കേട്ടോ, ഇതിനകത്ത് വെറ്റയും കള്ളുമാണ് ഭഗവാനെ നേർച്ചയായിട്ട് നമ്മൾ വഴിപാടായിട്ട് കൊടുക്കുന്നത്. ഇതിന് എന്നാ അമ്പലമല്ല, ഒരു ചെറിയ നാട് ആൽത്തറയാണ്. ആൽത്തറയിലാണ് ഭഗവാനെ മലയാളം പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയില് നമ്മള് അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പിന്നെ ചേട്ടൻ വന്നിട്ട് ഈ സാധനം മേടിച്ച് കഴിക്കും. ഏത് ഉത്സവത്തിന് പോയി ഈ മനുഷ്യൻ ഇതെന്തിനാ, എനിക്ക് വയറ്റി പിടിക്കത്തില്ല. ഞാൻ കപ്പലണ്ടി മിഠായിയാണ് വാങ്ങിച്ചത്. ചേട്ടൻ അതും കഴിച്ചു. ഞാൻ കപ്പലണ്ടി മിഠായി മേടിച്ചിട്ട് ബാഗിനകത്തും ഇട്ടിരുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ല. ഗൗരിച്ചുട്ടി 2 പിള്ളേരെ കിട്ടി, അവരുടെ കൂടെ കളിയായി. ഈ ബലൂണാണ് അവൾക്ക് എങ്ങനെയും വേണ്ടുന്നത്. ആ ബലൂണിന് വേണ്ടിയിട്ട് അവൾ കിടന്ന് കാണിക്കാത്ത പരിപാടികളൊന്നും ഇല്ല. അവസാനം അവൾക്ക് മനസ്സിലായി ആ ചേച്ചി തരാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ചേച്ചിയുടെ അടുത്തോട്ട് പോയി അവൾ അവസാനം വാങ്ങിച്ചത്. നാണമില്ലാത്തത്, തന്തയെക്കാട്ടിലും മോശം. അഴുക്കപ്പെണ്ണ്. പൊട്ടിയാ കരയും. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞത്. മഹാഭാരതത്തിലെ ദുര്യോധനായോണ്ട് വില്ലനെ പൂജിക്കുന്ന നാട്ടുകാര്, ആരാധകർ എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നവരെ അല്ലെങ്കിൽ നാട്ടുകാരെ അറിയപ്പെടുന്നത്. ഭഗവാന് കള്ളും വെറ്റയും അടുക്കും ഒക്കെയാണ് വഴിപാട്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഓൾഡ് മങ്ക് വരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്വർണ്ണക്കൊടി ഉണ്ട്, അതും വർഷത്തിൽ ഒരു വട്ടം ഉത്സവത്തിന്റെ ഏതോ ഒരു ദിവസം മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. ഞാൻ ഈ വീഡിയോ 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ പോയ ക്ഷീണം മാറി വന്നപ്പോഴത്തേന് 2 ദിവസം കൂടെ എടുത്തു. പിന്നെ ഞാൻ ചെന്ന് അവിടെ ഇരുന്ന സ്ഥലത്ത് ഫ്രണ്ടിൽ കൂടെ 2 ഫോറിനേഴ്സ് കൂടെ പോയപ്പോഴത്തേന് ചേട്ടൻ എന്നെ കളിയാക്കാൻ തുടങ്ങി. നിനക്ക് മാത്രമേ ഉള്ളൂ ഉത്സവം കൂടെ എങ്ങോട്ടും വിളിച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഇതേ കണ്ടോ, ശരിയാണ്. അവരും എന്റെ കൂട്ട് വന്ന് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, പോവാ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞു തുടങ്ങി മൂശാട്ട. പിന്നെ അവളെ എങ്ങനെയും ഒക്കെ സമാധാനിപ്പിച്ച് പിടിച്ചിരുത്താൻ നോക്കി. അതും ഇതും പറഞ്ഞ് ഇക്ലിയൊക്കെ ഇട്ടിട്ട് ഞാൻ വയലിൽ കൂടെ നടന്നു വന്നപ്പം വലിയ ഊഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ ഒക്കെ കൊണ്ടിരുത്തണമെന്നുണ്ടായിരുന്നു. കാലില് കണ്ടത്തിൽ കൂടെ നടന്നു വന്നപ്പോഴത്തേന് കാലിൽ എന്റെ ആ മുറിവിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ട് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നടത്താൻ ബുദ്ധിമുട്ടായി. പിന്നെ ഇത് ചേട്ടനെ കൊണ്ട് ഞാൻ ഒരു വീഡിയോ എടുപ്പിച്ചാണ് ഇങ്ങനെ കെട്ടിയാഴ്ച പോയത്. ഞാനിങ്ങനെ വലിയ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് ഏറെക്കുറെയൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, നിന്ന് കാണാൻ വയ്യാത്തവരൊക്കെ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാം കാണണമെങ്കിൽ ഇവിടെ ഇരിക്കാം കേട്ടോ. പക്ഷെ ഇനി സ്റ്റേജ് പ്രോഗ്രാം ഒന്നും കാണണ്ടെങ്കിലും വയ്യാത്തോണ്ട് ഞാൻ അങ്ങ് ഇരുന്നതാണ്. പരിപാടി തുടങ്ങുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കണ്ടേനെ. എന്തോ ഗാനമേള എന്തോ സംഭവമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ നിന്നിട്ട് തിരക്കിന്റെ ഇടയിൽ കൂടെ ചേട്ടൻ എന്നെ വലിച്ചഴിച്ച് ഉള്ള വഴി കൂടെ ഒക്കെ വണ്ടിയുടെ അവിടെ വരെ എത്തി, വണ്ടിക്കകത്ത് കയറ്റി വീട്ടിൽ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയും തിരക്കിന്റെ ഇടയ്ക്ക് കൈക്കുഞ്ഞുങ്ങളെ വരെ കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് പറ്റിയില്ല. അവർക്ക് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കളിച്ചിരുന്നുണ്ട്. മുണ്ടും തുണിയില്ലാതെ കിടന്നിട്ടുണ്ട്. ഫോട്ടോ പിടിക്കാനൊക്കെ ഞാനൊരു ഷാൾ എടുത്തിട്ട് ചിന്നൂറ്റിയും ഫാമിലിയും കാണാൻ പറ്റാത്ത തന്നെ വിഷമത്തിൽ ഞാനും കിടന്നുറങ്ങുക. ബൈ.